പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് 30/1/2025 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചാണ്. പല പോസ്റ്റുകളിലൂടെ നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വിധിയുടെ അന്തസ്സത്ത് കേട്ട് കാണും. ഞാൻ 2-3 പോയിന്റുകൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കേരള സർക്കാർ കണക്കെടുപ്പ് നടത്തി. ഇത് കോടതിയിൽ സമർപ്പിച്ചു. കോടതിക്ക് നിജസ്ഥിതി മനസ്സിലാക്കാനാണ് എണ്ണ എടുപ്പിച്ചത്. എത്ര പേരുടെ യാക്കോയക്കാരുടെ, എത്ര പേര് ഓർത്തഡോക്സുകാരുണ്ട്, നിജസ്ഥിതി അറിയാൻ കോടതി അത് നോക്കി നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ അത് പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അത് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു. ഗവൺമെൻറ് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിന് എപ്പോഴെങ്കിലും ആവശ്യം വരും. ഇതിനു മുമ്പും ഇതുപോലെ പ്രായപൂർത്തിയായവരുടെ ഒരു കണക്കെടുപ്പ് നടത്തിയല്ലോ. ഇതിൽ ഓർത്തഡോക്സുകാർ 1.5 ലക്ഷമുള്ളൂ, യാക്കോയക്കാർ 12.5 ലക്ഷം ഉണ്ടായിരുന്നു. ആ കണക്ക് പ്രസിദ്ധപ്പെടുത്തിയതുമാണ്. അപ്പോൾ കോടതി ഉദ്ദേശിച്ച കാര്യം മനസ്സിലാക്കി. അതിന് ഓർത്തഡോക്സുകാർ കണക്കെടുത്തതൊക്കെ ചവിട്ടുകൂട്ടയിലേക്ക് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള സംസാരം അതിൻ്റെ ആവശ്യമില്ല, അത് ശരിയല്ല. മറ്റൊരു കാര്യം, നമ്മുടെ ഭാഗത്ത്, അതായത് യാക്കോബായക്കാർക്ക് വേണ്ടി വാദിച്ച ബഹുമാനപ്പെട്ട വക്കീൽ ശ്യാം ദിവാൻ, അദ്ദേഹം വളരെ ഭംഗിയായി കേസ് വാദിച്ചിട്ടുള്ള ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ വക്കീല് ഒന്നിച്ചില്ലാരും മണിക്കൂറെടുത്താണ് വാദം നടത്തിയത്. എന്നാൽ ഇദ്ദേഹം അഡ്വക്കേറ്റ് ശ്യാം ദിവാൻ വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്, സാധാരണ കോടതികളുടെ നിയമ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ അനുസരിച്ചല്ല ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് തീരുമാനം എടുത്തതെന്നാണ്. സിവിൽ പ്രൊസീജിയർ വ്യക്തമായിട്ട് സിംഗിൾ ബെഞ്ച് പരിഗണിച്ചിട്ടില്ലെന്ന്. സിവിൽ കേസുകളിൽ സിവിൽ കോടതിയുടെ അല്ലെങ്കിൽ സിവിൽ പ്രൊസീജിയർ അത് പാലിച്ച് ഒരു പരിഹാരം കാണണം. എന്നാൽ ഇവിടെ അതുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സിവിൽ പ്രൊസീജിയർ, ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഓരോ പള്ളികളുടെയും സ്വയംഭരണാവകാശം ശ്രദ്ധിച്ച് തീരുമാനങ്ങളെടുത്ത് വിധിച്ചതിന് ശേഷം മാത്രമേ പോലീസിനെ കൊണ്ട് പള്ളി പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാവൂ. അത് സിംഗിൾ ബെഞ്ച് പാലിച്ചിട്ടില്ല. അതുകൊണ്ട് പള്ളി പിടിച്ചെടുത്തതൊക്കെ തെറ്റായി എന്നൊരു നിഗമനത്തിലാണ് അദ്ദേഹം പറയുന്നത്. അത്രയല്ലേ നമുക്കറിയാവൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് അംഗീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സുപ്രീം കോടതി അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അയച്ചിട്ടുണ്ട്. ചില ലിസ്റ്റുകൾ കൊടുത്തിട്ട് അതൊക്കെ പരിഗണിക്കണം, അതനുസരിച്ച് വിധി ഉണ്ടാകാവൂ എന്ന് ഹൈക്കോടതിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ സിവിൽ പ്രൊസീജിയർ പാലിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഒരു പള്ളി ഏറ്റെടുക്കാനായിട്ട് കളക്ടറോടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടോ ആവശ്യപ്പെടാൻ പറ്റുകയില്ല എന്ന അർത്ഥത്തിലാണ്. അതിപ്പോൾ ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കട്ടെ. മറ്റൊന്ന്,
ഓർത്തഡോക്സ് വിഭാഗം ഒരു സ്പെഷ്യൽ അഡീഷണൽ അഫിഡാവിറ്റ് സമർപ്പിച്ചു. ആദ്യം സമർപ്പിച്ചത് യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും രണ്ട് സഭകളാണ്. യാക്കോബായ സഭയുടെ വിശ്വാസമല്ല ഓർത്തഡോക്സുകാരുടെ വിശ്വാസമെന്നാണ്. നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അഫിഡാവിറ്റ് അവരെ കോടതിയിൽ സമർപ്പിച്ചു. പിന്നെയാണ് അത് അബദ്ധമായി പോയി, തെറ്റുവന്നുപോയി എന്ന് പറഞ്ഞ് രണ്ടാമത് ഒരു അഡീഷണൽ അഫിഡാവിറ്റ് സമർപ്പിച്ചു. അത് ക്ഷമിക്കണം, അത് തിരുത്താനുള്ള അവസരം തരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വക്കീൽ ബഹുമാനപ്പെട്ട കപിൽ സിബൽ സാർ അതിനെ ശക്തിയുക്തം എതിർത്തു. അത് ചട്ടവിരുദ്ധമാണ്, അത് അനുവദിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോടതി അത് ഉൾക്കൊണ്ട് അതും ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിശോധനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് അനുകൂലമായൊരു പരിസ്ഥിതി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. പിന്നെ 2017 വിധിയിൽ നീതിക്ക് നിരക്കാത്ത ഏതെങ്കിലും ക്ലോസുകളുണ്ടോ അത് കണ്ടുപിടിക്കണം. അതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് ഹൈക്കോടതി കൊടുത്ത ലിസ്റ്റിൽ ഉണ്ട്. ആരാ വള്ളി ഏറ്റെടുക്കേണ്ടത്, ആർക്കാണ് അധികാരം ഏറ്റെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പം ഇവിടെ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് കോടതി കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണക്കെടുപ്പ് നടത്തിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണില്ല. ആരുടെയും വൈകാരിക സ്വഭാവങ്ങൾക്ക് ഒരു വിരുദ്ധത വരാതെ രണ്ടുപേർക്ക് തൃപ്തികരമായ രീതിയിൽ, എന്നാൽ നീതി നടത്തക്ക രീതിയിലും കേസ് പരിഹരിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം. അതുകൊണ്ടാണ് 2017 വിധിയിൽ ഏതെങ്കിലും ഭാഗത്ത് നീതിയോ ന്യായമോ അത് മറികടന്നിട്ടുണ്ടെങ്കിൽ നീതിക്ക് നിരക്കാത്തതായ ഏതെങ്കിലും ക്ലോസുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്നും അതിന് പരിഹാരം എന്താണെന്നും ഹൈക്കോടതി ചിന്തിക്കണമെന്നും കൂടിയാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒന്ന് ചേർത്തു, മതപരമായ ഒരു സ്ഥലം ഏറ്റെടുക്കാൻ സിവിൽ ഭരണകൂടത്തോട് ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കാമോ? അത്തരമൊരു നിലപാട് പൊതു താൽപ്പര്യത്തിന് എത്രത്തോളം അഭികാമ്യമാണ്, അക്കാര്യവും ചിന്തിക്കണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മതപരമായ ഒരു സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. സിവിൽ ഭരണകൂടത്തോട് സിവിൽ പ്രൊസീജിയർ, നേരത്തെ പറഞ്ഞ പോലെ സിവിൽ പ്രൊസീജിയർ അനുസരിച്ച് ഒരു സ്ഥലം ഏറ്റെടുക്കാൻ സിവിൽ ഭരണകൂടത്തോട് ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ? അത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. വളരെ ഭംഗിയായിട്ട് അഡ്വക്കേറ്റ് ശ്യാം ദിവാൻ അത് വാദിച്ചു. ഏതോസിൽ പറയുന്ന പോലെ പരീക്ഷൻ വന്ന ഒത്തിരി കാര്യങ്ങൾ അവൻ്റെ എല്ലാ ഗുണങ്ങളൊക്കെ പറ്റി പറഞ്ഞു. ഒത്തിരി സമയമെടുത്തു. ചുക്കക്കാരൻ വന്നിട്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഭാവിയുടെ എന്നോട് ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞോളൂ. അത് നീതീകരിക്കപ്പെട്ടവനായിപ്പോയി. ഇവിടെ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വക്കീൽ സമയം കൂടുതൽ എടുത്തെങ്കിലും എന്തെങ്കിലും അധികം സമയം എടുത്തില്ല. ദിവാൻ അഡ്വക്കേറ്റ് ശ്യാം ദിവാൻ അദ്ദേഹത്തിൻ്റെ സാമർഥ്യത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. പിന്നെ കേസ് ഇങ്ങനെ നീണ്ടു പോകും. കേസ് അത്ര നീണ്ടാലും കുഴപ്പമില്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. ഒരു പള്ളിയെ ഏറ്റെടുക്കേണ്ട, ഒരു പള്ളിക്ക് ഏറ്റെടുക്കാനായിട്ട്, ഒരു പള്ളിയിൽ ആരെ ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ പള്ളി പിടിക്കാനായിട്ട് ആരും പോകാൻ പാടില്ല. അങ്ങനെ വന്ന സർക്കാരിന് ഇടപെടാം. അപ്പോൾ എത്ര കൊല്ലം നീണ്ടാലും സ്റ്റാറ്റസ് കോ ഉണ്ട്. പക്ഷേ അതല്ലല്ലോ നമുക്ക് ആവശ്യം. നമുക്ക് സ്ഥിരമായൊരു പരിഹാരം വേണം.
കോടതി നടപടികൾ സ്വാഭാവികമായിട്ട് നീണ്ടുപോകും. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് തന്നെ കേസ് മാറ്റി തോന്നും. അപ്പോൾ പിന്നെയും നീണ്ടുകിട്ടു പോകും. ഇവിടെ കോടതി ഭംഗിയായിട്ട് ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, സർക്കാരിന് ഇത് പരിഹരിക്കുന്നതിനുള്ള പ്രായോഗികമായ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. തന്നെയല്ല അതിന് സർക്കാരിൻ്റെ ബാധ്യതയുണ്ടെന്ന് പറയണം. അപ്പോൾ നല്ലൊരു ചൂണ്ടുപലക സർക്കാരിന് കോടതി തന്നിട്ടുണ്ട്. അത് സർക്കാർ പരിഗണിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. മറ്റൊരു കാര്യം, അവർ കണക്കെടുപ്പ് നടത്തി കോടതി കൊടുത്തു. കോടതി അത് ചവിറ്റോട്ടിലെറിഞ്ഞു. ഇപ്പോൾ യാക്കോബായി വിഭാഗം വിചാരിക്കുന്നത് കണക്കെടുപ്പിലൂടെ ഈ സഭയെ ഇല്ലാതാക്കാം, ഇത് ഓർത്തഡോക്സ് സഭയെ ഇല്ലാതാക്കാമെന്നാണ് യാക്കോബായി സഭ ഉദ്ദേശിക്കുന്നതെന്ന് ചില വൃത്തങ്ങളിൽ നിന്ന് കേൾക്കാനിടയായി. ഞങ്ങൾ ഒരു സഭയെയും ഇല്ലാതാക്കാനായിട്ട് ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല. കാലം ചെയ്ത പുണ്യശ്ലോകനായ ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുവനന്തപുരത്തോട് പറഞ്ഞ കാര്യം, ഓരോ പള്ളികളിലും റഫറൻഡം നടത്തി 60% ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. നിങ്ങളുടെ ആളുകൾ 60% നിങ്ങളെടുത്തോ, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ സമ്മതിച്ചില്ല. ഇപ്പം ഞങ്ങളേത് വേറെ വരിഞ്ഞു പോയവരാണ്. പുരാതന സഭ ഞങ്ങളാണ്, യാക്കോബായ സഭയാണ്. അത് അംഗീകരിക്കാൻ തരവില്ല. മലങ്കര കത്തോലിക്ക സഭ പോയി, മാർത്തോമാ സഭ വേറിട്ട് പോയി, ആംഗ്ലിക്കൻ സഭ വേറിട്ട് പോയി. ഇവരാരെയും ഇല്ലാതാക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടില്ല. അവർ മാതൃസഭയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചുള്ളൂ, പ്രാർത്ഥിച്ചുള്ളൂ. അല്ലാണ്ട് അവർ നശിച്ചു പോകണമെന്നൊന്നും ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങളുടെ ശ്രേഷ്ഠ പിതാവ് പുണ്യശ്ലോകനായ കാലം ചെയ്ത കാതോലിക്ക ബാബ തിരുവനന്തപുരത്തോട് പറഞ്ഞത് നമുക്ക് ഓർക്കണില്ലേ? ശത്രുവിന് നഷ്ടം വരാതെ ഞങ്ങളെ രക്ഷിക്കണം. അതായത് എതിർകക്ഷികൾക്ക് ഒരു ദോഷവും വരാതെ ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. അതാണ് ശ്രേഷ്ഠ ബാബ അന്നും കൽപ്പിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ അക്ഷരപ്രതി പാലിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പ്രതീക്ഷയിലിരുന്ന് ഞങ്ങൾക്കുണ്ടെന്ന്, അതാണ് ഞങ്ങളെ നയിക്കുന്നത്. നിയുക്ത ശ്രേഷ്ഠ കാതോലിക്ക ബാബായും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുക. നമ്മുടെ ആ പുണ്യശ്ലോകം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥിക്കാനാണ്. പ്രതിസന്ധികൾ വരുമ്പോഴേ പള്ളികളിൽ കൂടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തപ്പെടുമെന്ന് വിശ്വസിക്കുക. ഇത്രയും വേഗം കോടതി നടപടികൾ ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർക്കാരിനോട് പ്രായോഗികമായി ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു മുൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നുമുണ്ട്. വേണ്ടതുപോലെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.